ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 50-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യം. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ നിത്യനാദീവം പറയുകയാണ്, യു തോട്ട് ദാറ്റ് ഐ ആം ഓൾ ടുഗദർ ലൈക്ക് യു. അതാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ആസാഫിലൂടെ ദൈവം മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മനുഷ്യൻ എപ്പോഴും വിചാരിക്കുന്നത് ദൈവവും ഏതാണ്ട് എൻ്റെ മനസ്സുള്ളവനാണെന്നാണ്, ഏതാണ്ട് എൻ്റെ ചിന്താഗതിയുള്ളവനാണ് ദൈവം എന്നാണ് മനുഷ്യൻ്റെ ചിന്താഗതി. നാം എവിടെ നിന്നാണ് ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് വരെ എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ളതായ സങ്കല്പം എന്താണ്, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവെന്താണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കർശന ഭാവത്തെക്കുറിച്ച് എനിക്കുള്ളതായ അറിവെന്താണ്? എനിക്ക് അറിവൊന്നുമില്ല. പണ്ടെവിടെയോ കഥകൾ കേട്ടതോ, അല്ലെങ്കിൽ വീട്ടിൽ കേട്ടതോ, അല്ലെങ്കിൽ പുസ്തകം വായിച്ചതോ, അല്ലെങ്കിൽ ദേവാലയത്തിൽ പെരുന്നാൾ കൂടി നടന്നപ്പോഴൊക്കെ ദൈവത്തെക്കുറിച്ച് കൂട്ടുകാരിൽ കൂടെ കേട്ടതായ കുറേ അറിവല്ലാതെ വേറെ അറിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ബഹുഭൂരിപക്ഷം പേർക്കും സത്യദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുന്നത് വരെ ദൈവത്തെക്കുറിച്ച് കാതലായ കാര്യമായ അറിവൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തെക്കുറിച്ച് നാം അറിഞ്ഞത് ദൈവത്തിൻ്റെ വചനം കേട്ടതിന് ശേഷമാണ്. അതുവരെയുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത് നമ്മുടേതായ ചിന്താഗതികളാണ്, നമ്മുടേതായ മനോഭാവങ്ങളാണ്, നമ്മുടേതായ തോന്നലുകളാണ്. ഇവിടെ ജീവനുള്ള ദൈവം പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ദൈവം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആരാണെന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കണം. ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാൻ പഠിച്ചതുകൊണ്ടോ, ഞാൻ പ്രസംഗിച്ചതുകൊണ്ടോ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതെങ്കിലും ചെയ്തതുകൊണ്ടോ ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അതാണ് ദൈവയുടെ കണ്ണിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചോടെ. ആസാഫിനെ കൂടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ ആരാണെന്ന് ആദ്യം നിരത്തി വയ്ക്കാം. അതാണ് 50-ാം സങ്കീർത്തനം 17 മുതൽ വായിച്ചാൽ മതി. നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ ശാസനയെ വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, പണ്ടുകാലത്ത് നിങ്ങളെ തിരുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, നിങ്ങളുടെ കുറ്റം ആരെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, നിങ്ങൾക്ക് തെറ്റുണ്ടെന്ന് പറയുന്നു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളായിരുന്നു. പണ്ട് സാറ് നിങ്ങളെ കൊച്ചു ക്ലാസ്സിൽ നിങ്ങളെ തല്ലിയിട്ടുണ്ട്, മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ. അന്നത് നാം കൊണ്ടു, ഇഷ്ടപ്പെട്ടിട്ടല്ല കൊണ്ടത്. സാറ് തല്ലിയാൽ ഒന്നും മിണ്ടാൻ മേല, അതുകൊണ്ട് കൊണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടാണോ സാറിൻ്റെ തല്ലുകൊണ്ടത്? സാറ് തല്ലിയപ്പോൾ തല്ലുകൊണ്ട് മിണ്ടാതിരുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണോ? അതോ സാറാണ് തല്ലിയത്, മിണ്ടാൻ മേല, അതുകൊണ്ടാണോ കേട്ടിട്ട് അനങ്ങാതിരുന്നത്? ഇപ്പെട്ടവരെ, അന്ന് അനങ്ങാതിരുന്നത് അത് സാറ് തല്ലിയ വെള്ളം ഉണ്ടാക്കിയാൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, അതുകൊണ്ട് സാറിൻ്റെ തല്ലെന്ന് കൊണ്ടു. എല്ലാ കാലത്തും മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ശാസിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശാസിക്കുന്നത് എനിക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നെ ശാസിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്ക് ഒരു കാലത്ത് ഇഷ്ടമല്ലായിരുന്നു. കാരണം പണ്ടൊക്കെ അത് കേട്ടിട്ടുണ്ട്. പക്ഷേ മുതിർന്നു വരുന്തോറും ശാസന അത് കേൾക്കാനുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണോ കൂടിക്കരി വരികയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്നോട് കൂടെ ചോദിക്കുന്നത്, നിങ്ങൾ വളർന്നു വരുന്തോറും, നിങ്ങളുടെ പ്രായം കൂടി വരുന്തോറും, നിങ്ങൾ ആത്മീയമായും ഭൗതികമായും വളർന്നു വരുന്തോറും നിങ്ങളുടെ കുറ്റം കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടക്കുറവാണോ വരുന്നത്? ഏതാണ് വളർന്നു വരുന്നത്? അവിടെ നിത്യനായ ദൈവം പറഞ്ഞു കൊടുത്തു, നീ ആരാണെന്ന് ആദ്യം മനസ്സിലാക്ക്. നീ ഒന്നാമത് ശാസനയെ വെറുക്കുന്നവനാണ്. നീ ശാസനയെ വെറുത്തു. നമുക്ക് വായിക്കാം. എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. ശാസനയെ വെറുത്തു. ദൈവത്തിന്റെ വചനത്തെ നീ വില കൊടുക്കുന്നില്ല. നീ ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്നില്ല. നീ വേദപുസ്തകത്തിലെ വചനത്തിന് വില കൊടുക്കുന്നില്ല. നീ ജീവനുള്ള ദൈവം നിന്നോട് വചനം അറിയാൻ ആക്കിയവരെ നീ വില കൊടുക്കുന്നില്ല. നീ ദൈവത്തിന്റെ വചനത്തെ വെറുത്തു. നീ ശാസനയെ വെറുത്തു. അടുത്ത വാക്യം.
കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ നീ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും മനുഷ്യരായി നമ്മുടെയൊക്കെ രീതി അതാണ്. ദൈവത്തെക്കാൾ കൂടുതൽ നമുക്കിഷ്ടം നമ്മുടെ ഫ്രണ്ട്സിനെയാണ്. ദൈവത്തെക്കാൾ കൂടുതൽ നമുക്കിഷ്ടം നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെയാണ് നമുക്കിഷ്ടം. ജീവനുള്ള ദൈവത്തെക്കാൾ കൂടുതൽ നമുക്കിഷ്ടം നമ്മുടെ സുഹൃത്തുക്കളെയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരെയാണ് നമുക്കിഷ്ടം. അവരോടുള്ള സഹിത്വമാണ്. ദൈവത്തോടുള്ള സഹിത്വത്തെക്കാൾ കൂടുതൽ നാം ഇഷ്ടപ്പെടുന്നത് മനുഷ്യരോടുള്ള സഹിത്വമാണ്. മനുഷ്യരോടുള്ള സഹിത്വത്തിനാണ് നാം ദൈവത്തോടുള്ള സഹിത്വത്തെക്കാൾ കൂടുതൽ വില കൊടുക്കുന്നത്. ഓർത്തു നോക്കൂ, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കാതിരുന്ന കാലത്ത് ഞാൻ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെയായിരുന്നു, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞ് സത്യം തിരിച്ചറിയുന്നതുവരെയും പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ ചാർച്ചക്കാരെയും നമ്മുടെ മനസ്സുള്ളവരെയും നാം കൂട്ടുകൂടാൻ ആഗ്രഹിക്കും. നാം അവരോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കും. ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തോടു കൂടെ നടക്കാനുള്ളതായ ദാഹം നമുക്കുണ്ടാകുകയുള്ളൂ. നാം വേദപുസ്തകം വായിക്കുന്നുണ്ടല്ലോ, എത്ര പേർക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടായി. ഈ വേദപുസ്തകത്തിൽ പെരെഴുതിയിരിക്കുന്ന എത്ര പേരുണ്ട്? അവരിൽ എത്ര പേർക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടായി? ഒരേ ഒരാളെ നാം കാണുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടു കൂടെ നടക്കാനുള്ളതായ ആഗ്രഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സാധാരണ ഉണ്ടാവില്ല. അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. അതാണ് നമുക്ക് തരുന്നത് ദൈവം. നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തരുന്നത് അതാണ്. ഇനിയുള്ള കാലം ദൈവത്തിൻ്റെ കൂടെ നടക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ആരാണെന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദനയോടെ വന്നവരുണ്ട്, സങ്കടത്തോടെ വന്നവരുണ്ട്, നിങ്ങൾ അതിദുഃഖത്തോടെ വന്നവരുണ്ട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ പരിഹാരമുണ്ട്, ഇവിടെ പരിഹാരകനുണ്ട്, ഇവിടെ സൊല്യൂഷനുണ്ട്. പാപത്തിന് പരിഹാരമുണ്ട്, രോഗത്തിന് പരിഹാരമുണ്ട്, ഭിന്നതയ്ക്ക് പരിഹാരമുണ്ട്, പ്രിയപ്പെട്ടവരെ വെറുപ്പിന് പരിഹാരമുണ്ട്. ഏതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നോ സകലത്തിനും ഇവിടെ പരിഹാരമുണ്ട്. കാരണം ഇവിടെ പരിഹാരകൻ വരുന്ന സ്ഥലമാണ്. ഇവിടെ കർത്താവായ യേശുവിൻ്റെ രക്തമുണ്ട്. ആ രക്തമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കണ്ണുനീര് വീണിട്ടുള്ള സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഞാനിവിടെ സന്തോഷത്തോടെ നിൽക്കുന്നത്. ഇവിടെ കർത്താവായ യേശുവിൻ്റെ രക്തമുണ്ട്. ആ രക്തമുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. ആ രക്തത്തിൽ പറ്റിപ്പിടിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കഴിവ് കൊണ്ട് നിൽക്കുന്നതല്ല, ഇവിടെ എൻ്റെ സാമർഥ്യം കൊണ്ട് നിൽക്കുന്നതല്ല. കർത്താവായ യേശുവിൻ്റെ ആ രക്തത്തിൽ പറ്റിപ്പിടിച്ച് ഞാനിവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. 19-ാമത്തെ വാക്യം, നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന വാഗൊണ്ട് മനുഷ്യൻ പലതും വഞ്ചിച്ചെടുക്കുന്നു, പലതും നിരൂപിക്കുന്നു, പലതും മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നു, പലതും മനുഷ്യന്റെ വായിൽ നിന്ന് വീണ് വരുന്നു. എല്ലാം വരുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നാവിന് നിയന്ത്രണമുള്ളവരാണോ? നാം എല്ലാവരും നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നവരാണോ? ദൈവക്കളെ, നാം ആലോചിച്ച് നോക്കണം. നമ്മുടെ നാവിന് കൊണ്ട് നാം എന്തെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുകയാണ്, നീ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കി തരാം, എന്നിട്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുക. വചനം കേട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനായാലും നിങ്ങളായാലും മുഖപക്ഷമില്ലാത്ത ദൈവം പണ്ട് ഇസ്രായേലിലെ ഒരു രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 24-ാമത്തെ വാക്യം, 22-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. നിത്യനായ ദൈവം ഒരു രാജാവിനോടാണത് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നമുക്ക് കേൾക്കാം. എന്നാണ് യഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ കൊനന്യാവ് എൻ്റെ വലം കൈക്കൊരു മുദ്രാമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയുമെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ മുദ്രാമോദരമാകാൻ സാധിക്കും. നമുക്ക് മനുഷ്യനെ കൊണ്ട് സാധിക്കും. ദൈവം അത് അംഗീകരിക്കും. പക്ഷേ മുദ്രാമോദരമായിരുന്നാലും അതുകൊണ്ട് മാത്രം ദൈവം എന്നെ കെട്ടിപ്പിടിക്കുമെന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ വേല എത്രമാത്രം ചെയ്താലും എത്രമാത്രം പ്രിയങ്കരനായാലും ദൈവത്തിൻ്റെ കയ്യിൽ ഒരു മുദ്രാമോദരം പോലെ ഞാൻ ആയിത്തീർന്നാലും ദൈവം എന്നെ ചേർത്ത് പിടിക്കണമെന്നില്ല. ദൈവം അവനെ ഊരി എറിഞ്ഞുകളയും. കാരണം എന്താണ്? 21-ാമത്തെ വാക്യം, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുക.
ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായി മനസ്സിലാക്കുക. ഈ ഫെലോഷിപ്പിൽ ആളുകൾ ധാരാളം കൂടിയെന്ന് വിചാരിക്കൂ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 2 ഇരട്ടി ആളിവിടെ കൂടിയത് കൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരം വരുമോ? ഇവിടെ ആള് കൂടിയെന്നുള്ളത് കൊണ്ട് നമ്മുടെ ആരുടെയും പാപത്തിന് പരിഹാരം വരുമോ? പ്രിയപ്പെട്ടവരെ, പരിഹാരം വരികയില്ല. പാപത്തിന് പരിഹാരം വരണമെങ്കിൽ പാപി ക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ ചുവട്ടിലിരിക്കണം. കർത്താവായ യേശുവിൻ്റെ ആ രക്തത്തിൻ്റെ തണലിൽ നാം ഇരുന്നാൽ മാത്രമേ നമ്മുടെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ. ആള് കൂടിയത് കൊണ്ടോ ആള് കുറഞ്ഞത് കൊണ്ടോ എന്നും നമ്മുടെ പാപത്തിനൊരു പരിഹാരവും വരാൻ പോകുന്നില്ല. അതുകൊണ്ടൊന്നും പാപത്തിന് പരിഹാരം വരില്ല. പാപത്തിന് പരിഹാരം പാപിയും യേശുവുമായുള്ള ബന്ധത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം കിട്ടണമോ? നിങ്ങൾക്ക് പണം കൂടിയത് കൊണ്ട് നിങ്ങളുടെ പാപം ഇല്ലാതായി പോകുമോ? നിങ്ങൾ എത്രമാത്രം ഉയർന്നാലും നിങ്ങളുടെ പാപം ഇല്ലാതായി പോകുമോ? പാപം ഇല്ലാതായി പോവുകയില്ല. പാപം ഇല്ലാതായി പോകണമെങ്കിൽ നാം നിത്യനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കൊലോസ്യ ലേഖനം എടുക്കുക. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കണം. കർത്താവായ യേശുവിലേക്ക് നോക്കണം. യേശുവിലേക്ക് നോക്കിയാൽ മാത്രമേ ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലാകുകയുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വേറെ ആരെ നോക്കിയാലും മനസ്സിലാവുകയില്ല. എനിക്ക് വേണ്ടി കാൽവരിയിൽ പടഞ്ഞു മരിച്ചവനായ യേശു, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചവനായ യേശു, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായ യേശു, ആ കർത്താവായ യേശുവിനെ നോക്കിയാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. നിങ്ങൾ ഏത് കൊടുംപാപം ചെയ്തിട്ടാണെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ആ പാപം ഏറ്റു പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നത് പാപിയായിട്ടാണോ അതോ പാപം ക്ഷമിക്കപ്പെട്ടവനായിട്ടാണോ എഴുന്നേക്കാൻ പോകുന്നത്? പാപം ചെയ്തതിൻ്റെ ശേഷം കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നത് ഒരു പാപിയായിട്ടാണോ അതോ പാപം ക്ഷമിച്ചവനായിട്ടാണോ എഴുന്നേൽക്കാൻ പോകുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കൂ. അവൻ ആരാണെന്ന് അറിയുക, തേജസ്സിൻ്റെ കർത്താവിനെ അറിയുക, അവൻ്റെ രക്തത്തിൻ്റെ വില അറിയുക, നമ്മുടെ പാപം ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില അറിയുക. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വില അറിഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ മാന്യനായിട്ടാണോ? എൻ്റെ ഭൂതകാലം മാന്യമാണോ? എൻ്റെ ഭൂതകാലം മുഴുവൻ നോക്കിയാൽ ഞാൻ മാന്യനായിരുന്നു. ഒരു കാലത്ത് ഞാൻ മാന്യനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഞാൻ മാന്യനായിരുന്നില്ല. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ രക്തം എന്നെ കഴുകിയത് കൊണ്ട് ഞാൻ കൃപയാൽ ഇവിടെ നിൽക്കുന്നു. നാം ഓരോരുത്തരും ആരായാലും ശരി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവായ യേശുവിൻ്റെ ആ രക്തത്തിൻ്റെ ആ തണലിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ആ തണലിലാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ. അടുത്ത വാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. നമുക്ക് എല്ലാവർക്കും അവസരമുണ്ട്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ദൈവം ആരാണെന്ന് അറിയുക, ജീവനുള്ള ദൈവത്തെ അറിയുക. പ്രിയപ്പെട്ടവരെ, എങ്ങനെ അറിയാം? നമുക്ക് യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാ 38:1. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഡെത്ത് ഈസ് ഷുവർ. മരണമുറപ്പാണ്, മരണമുറപ്പാണ്, മരണമുറപ്പാണെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മരണമുറപ്പാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വായിക്കുന്ന എന്താണ്? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹിസ്കിയാവ് പ്രാർത്ഥിച്ച വിഷയത്തിൽ എല്ലാം അവിടെ എഴുതിയിട്ടില്ല. പ്രാർത്ഥിച്ച വിഷയങ്ങൾ എന്തെല്ലാമാണ് അതെല്ലാം മനസ്സിലാക്കുമ്പോഴേ ആ അനുഭവം നമുക്ക് കിട്ടുകയുള്ളൂ. ഡെത്ത് വാസ് ഷുവർ, ബട്ട് കൺഫെഷൻ വാസ് ക്ലിയർ. ഏറ്റുപറച്ചിൽ വളരെ ക്ലിയർ ആയിരുന്നു.
ഹിസ്കിയാവ് മരിച്ചു പോകുമെന്നാണ് കേട്ടത്. നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഡെത്ത് വാസ് ഷുവർ. ഒരു പ്രവാചകനാണത് പറഞ്ഞത്. യെശയ്യാ പ്രവാചകനാണത് പറഞ്ഞത്. ഡെത്ത് ഈസ് ഷുവർ. എന്നിട്ട് ആരാണ് തിരുത്തിയത്? പ്രവാചകനാണോ തിരുത്തിയത്? പ്രവാചകന്റെ മധ്യസ്ഥതയായിരുന്നു. പ്രവാചകൻ മധ്യസ്ഥതയുടെ ഒരു വാക്കെങ്കിലും പറഞ്ഞു? കർത്താവേ, ഇവന്റെ പാപം ക്ഷമിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചോ? കർത്താവേ, ഇവൻ നല്ലവനാണ്, അവൻ ക്ഷമിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചോ? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. നീ മരിച്ചു പോകുമെന്ന് മാത്രം അവനോട് പറഞ്ഞിട്ട് പ്രവാചകൻ മാറിപ്പോയി. പിന്നീട് ആരാണ് ചെയ്തത്? പിന്നീട് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അതിന് പരിഹാരം വന്നത്? എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ വന്നത്? പ്രിയപ്പെട്ടവരെ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വന്നു, എന്താണ് ചെയ്യേണ്ടത്? അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വന്നു, എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഒരു തോൽവി വന്നു, എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ കലഹം വന്നു, എന്താണ് നാം ചെയ്യേണ്ടത്? അതാണ് മനസ്സിലാക്കേണ്ടത്. ആ രാജാവിന് ആ കാര്യം അറിയാമായിരുന്നു. ആ മർമ്മം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ രാജാവ് ആ രോഗത്തിൽ മരിച്ചു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ആരാണെന്ന് രാജാവിന് അറിയാമായിരുന്നു. ആ അറിവില്ലായിരുന്നുവെങ്കിൽ ആ രാജാവ് ആ രോഗത്തിൽ മരിച്ചു പോകുമായിരുന്നു. ആ രോഗത്തിൽ അവർ മരിച്ചു പോകുമായിരുന്നു. ഉറപ്പായിരുന്നു ആ കാര്യം. ജീവനുള്ള ദൈവം പറഞ്ഞു, നീ മരിച്ചു പോകും, നിശ്ചയം സൗഖ്യമാകുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? മുഖം ചുവരിന് നേരെ തിരിച്ചു വെച്ചിട്ട് അവൻ ദൈവത്തോട് കരഞ്ഞു. അവൻ ദൈവത്തോട് 38-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാം. 38-17 വായിക്കാം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രോഗം മറികടക്കാൻ എന്ത് ചെയ്യണം? ഈ കഷ്ടത മറികടക്കാൻ എന്ത് ചെയ്യണം? ഈ അവസ്ഥ മറികടക്കാൻ എന്ത് ചെയ്യണം? ഈ അവസ്ഥയിൽ നിന്ന് കയറിപ്പോകാൻ എന്ത് ചെയ്യണം? മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു വെച്ചിട്ട് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന്. എൻ്റെ ഭാര്യ എന്നെ ഇപ്പം ചെവി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവൾ കോലഞ്ചേരി ആശുപത്രിയിൽ തളർന്നു കിടന്നപ്പോൾ, മരിച്ചു പോകുന്നതുകൊണ്ട് ഉറപ്പായ സമയത്ത്, പൂർണ്ണമായി തളർന്നു കിടന്ന കാലത്ത്, അവളുടെ അമ്മ അവളെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ, ആ ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് ടാപ്പ് തുറന്നിട്ട്, വെള്ളം തുറന്നിട്ട്, കരയെന്ന് വെച്ച് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി ടാപ്പ് തുറന്നിട്ട് ആ ക്ലോസറ്റിലിരുന്നു കൊണ്ട് അവൾ നിലവിളിക്കുമായിരുന്നു, കർത്താവേ, ഞാനിനി എഴുന്നേറ്റ് നടക്കുമോ? ഞാനിനി എഴുന്നേറ്റ് നടക്കുമോ? ഞാനിനി നടന്നില്ലെങ്കിലും, എൻ്റെ ഭർത്താവിനോടുകൂടെ മക്കളോടുകൂടെ ജീവിച്ചില്ലെങ്കിലും, കർത്താവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ. നീ എനിക്ക് പണ്ടത്തെ ആരോഗ്യവും ബലവും തിരിച്ചു തന്നാൽ ഞാൻ ജീവനുള്ള ദൈവത്തോട് സമർപ്പണം പറഞ്ഞ് ജീവിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് അറിവ്. അതാണ് ദൈവം കൊടുക്കുന്ന അറിവ്. അതാണ് ദൈവം കൊടുക്കുന്ന പരിജ്ഞാനം. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവിനുണ്ടായിരുന്ന അറിവ് അതാണ്. അവൻ്റെ ജീവിതത്തിൽ മരിച്ചു പോകുമെന്ന് കേട്ടപ്പോൾ അവൻ ഭയപ്പെടുകയല്ല ചെയ്തത്. അവൻ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. എഴുന്നേക്കാൻ കലഞ്ഞിട്ടായിരിക്കും രാജാവ് പ്രാർത്ഥനാ മുറിയിലേക്ക് പോകാഞ്ഞത്. രാജാവിന് പ്രാർത്ഥനാ മുറിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ നിവൃത്തി ഉണ്ടാവില്ല. അത്രയും രോഗമായിരിക്കും. അതുകൊണ്ടാണ് ഭിത്തിയുടെ നേരെ കമന്ന് കിടന്നു. കർത്താവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. എൻ്റെ പാപം ക്ഷമിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. നിത്യനായ ദൈവം അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. നിത്യനായ ദൈവം, പ്രവാചകൻ്റെ ഒരു കാര്യം ഉണ്ടായില്ല അവിടെ. മരിച്ചു പോകുമെന്ന് മാത്രമേ പ്രവാചകൻ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ഹിസ്കിയാവും അവൻ്റെ ദൈവവും തമ്മിലുള്ള ആ ബന്ധമായിരുന്നു അവിടെ വിഷയം. പ്രിയപ്പെട്ടവർ, ദൈവത്തോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ഒരു ഫെലോഷിപ്പോ ഒരു സഭയോ ഒന്നുമല്ല. ക്രിസ്തുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? യേശുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ പരിഹാരമുണ്ട്. ക്രിസ്തുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. നിങ്ങളുടെ രോഗം മാറും. നിങ്ങളുടെ രോഗം മാറും. ഹിസ്കിയാവ് മരിച്ചു പോകുമെന്നിടത്തിന് മരിച്ചില്ല. എന്താണ് കാരണം? പ്രവാചകന്റെ മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നില്ല.
ഹിസ്കിയാവിൻ്റെ അനുതാപമായിരുന്നു, ഹിസ്കിയാവിൻ്റെ ഏറ്റുപറച്ചിലായിരുന്നു. അവന് ദൈവത്തെ അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാമെങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് തകർന്നു പോകേണ്ട കാര്യമില്ല. ജീവനുള്ള ദൈവത്തെ അറിയാമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേട്ട് ഭയപ്പെടുന്നതായ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേട്ട് എളിമപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ, ശാസന വെറുക്കില്ല, ശാസന എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിൽ, നാം ആരും നശിച്ചു പോകുകയില്ല. നിങ്ങളാരും നശിച്ചു പോകുകയില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരിയിൽ യേശു മരിച്ചത്. എന്തായിരുന്നു അവിടുത്തെ കാരണം? ട്രൂ കൺഫെഷൻ അവോയ്ഡ്സ് ഷുവർ കലാമിറ്റി. ശരിയായ അനുതാപം ഉറപ്പായ ആ നാശം ഒഴിവാക്കി. ശരിയായ അനുതാപം ഉറപ്പായ നാശം ഒഴിവാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഭവിച്ചാൽ മാത്രം മതി. നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് എളിമപ്പെടാനും അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേട്ട് നാം വിറയ്ക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേട്ട് നാം ഭയപ്പെടുന്നവരാണെങ്കിൽ, ദൈവത്തിലെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. ഏതെല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ നേരിടുക, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കുക. മരണത്തെ നേരിടുവാൻ പഠിക്കുക. മരണം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, അതിനെ നേരിടാൻ പഠിക്കുക. അതെങ്ങനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും? മരണവേദന എങ്ങനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും? ഞാൻ മരിക്കുന്ന നേരത്ത് എന്തായിരിക്കും എൻ്റെ വിചാരം? ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ വിചാരം എൻ്റെ ബാങ്കിൽ എത്ര രൂപയുണ്ടെന്നുള്ളതല്ല, കാറിൻ്റെ വലിപ്പമല്ല. ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ടാക്സിൻ്റെ കാര്യമല്ല, എൻ്റെ മക്കളുടെ ജോലിയുടെ പദവിയല്ല, പ്രിയപ്പെട്ടവരെ എൻ്റെ പെൻഷൻ്റെ കാര്യമല്ല. ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ വരാൻ പോകുന്ന സത്യമെന്തെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തതായ അന്യായങ്ങൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരും. ഞാൻ ചെയ്ത പാപങ്ങൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കും. ക്ഷമിച്ചു കിട്ടാത്ത പാപങ്ങൾ, ദൈവം അകൃത്യം കണക്കാക്കിയത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരും. അന്ന് നിങ്ങൾ വരുമോ? അന്ന് എൻ്റെ ഭാര്യ വരുമോ? അന്ന് നിങ്ങളാരെങ്കിലും വരുമോ എന്നെ സഹായിക്കാൻ? ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ ദൈവത്തോട് അന്യായം ചെയ്തത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ നിങ്ങളാരെങ്കിലും വരുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളാരെങ്കിലും വന്നാൽ പ്രയോജനമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ വന്നുപോയ മഹാപാപങ്ങൾ എൻ്റെ മരണത്തിൻ്റെ മുമ്പിൽ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. എൻ്റെ മരണനാഴികയിൽ എൻ്റെ മുമ്പിൽ വരുമെന്നുള്ള എനിക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ മുമ്പിലാണ് ഞാൻ പതറുന്നത്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് ഞാൻ എളിമപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മരണമുറപ്പാണ്. മരണത്തിൻ്റെ മുമ്പിൽ എൻ്റെ നേരെ ചോദ്യങ്ങൾ വരും. എനിക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ നേരെ വരും. എൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത് നിങ്ങളാരുമല്ല. എൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ പോകുന്നത് എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ മക്കളല്ല. എൻ്റെ നേരെ എൻ്റെ മരണത്തിൻ്റെ നാഴികയിൽ വിരൽ ചൂണ്ടാൻ പോകുന്നത് നിത്യപരിശുദ്ധനായ യേശുവാണ്. ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്, ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന ദൈവമാണ്, അകവും പുറവും അറിയുന്ന ദൈവമാണ്. അവൻ്റെ കക്കിഞ്ഞാലക്കത്തുള്ള ആ കണ്ണിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. അവനാണ് എൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ പോകുന്നത്. നീ എങ്ങനെ ചെയ്തവനല്ലേ? നീ എപ്രകാരം നടന്നവനല്ലേ? നിന്റെ ജീവിതത്തിൽ ആ വീഴ്ചയില്ലേ? നിന്റെ ജീവിതത്തിൽ തിരുത്തിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ അന്യായമില്ലേ? നീ മൂലം പലരും വേദനിച്ചിട്ടില്ലേ? നീ മൂലം പലരും അകന്നു പോയിട്ടില്ലേ? നീ മൂലം പലരും നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയേണ്ടവനല്ലേ? നിങ്ങൾ ഉത്തരം പറയേണ്ടവനല്ലേ? നിത്യനായ ദൈവത്തിന് അഗ്നിജാലക്കത്തുള്ള കണ്ണിന്റെ മുമ്പിൽ എന്റെ പാപം നിരത്തി വയ്ക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുമോ പ്രിയപ്പെട്ടവരെ? എൻ്റെ ഭാര്യ വരുമോ? വന്ന പ്രയോജനമുണ്ടോ? എൻ്റെ മക്കൾ വരുമോ? പ്രയോജനമുണ്ടോ? ഇല്ല. അവിടെയാണ് ഞാനും എൻ്റെ മരണവും തമ്മിൽ, അവിടെയാണ് യുദ്ധം നടക്കുന്നത്. അവിടെയാണ് യുദ്ധം നടക്കുന്നത്. അതാണ് ജീവിതത്തിലെ വരാൻ പോകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഞാൻ എൻ്റെ മരണനാഴികയിൽ എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ മുമ്പിൽ എൻ്റെ പാപം നിരത്തി വയ്ക്കുമ്പോൾ, എൻ്റെ പാപം നിന്റെ മുമ്പിൽ നിരത്തി വയ്ക്കും. അതാണ് ദൈവം പറഞ്ഞത്, അവിടെ നിരത്തി വയ്ക്കും. എൻ്റെ പാപം അവിടെ നിരത്തി വയ്ക്കും. എൻ്റെ പാപം അവിടെ നിരത്തി വയ്ക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുമോ പ്രിയപ്പെട്ടവർ? നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ വരുമോ? ഈ സാറ് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രസംഗിച്ചതാന്ന് പറയുമോ? പ്രിയപ്പെട്ടവരെ, അത് നിരത്തി വയ്ക്കാനൊന്നുമില്ല. ഞാൻ തിരുത്തണം.
ഞാൻ തിരുത്തണം. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരുത്തിയേ പറ്റൂ. എനിക്കതൊന്നും നിങ്ങളോട് പറയാനില്ല. നിങ്ങളിൽ പാപമില്ലാത്തവർ അവിടെ തന്നെ ഇരുന്നാൽ മതി. തിരുത്താൻ ഒന്നുമില്ല എന്ന് ബോധ്യമുള്ളവർ അവിടെ തന്നെ ഇരുന്നാൽ മതി. ജീവിതത്തിൽ എനിക്ക് തിരുത്താനൊന്നുമില്ല, തിരുത്താൻ എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിതത്തിലെല്ലാം ശരിയാണ്, എനിക്ക് തിരുത്താനൊന്നുമില്ല എന്നുള്ളവർ അവിടെ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുക. അല്ല, എനിക്ക് തിരുത്താനുണ്ട്, എനിക്ക് മാറ്റം വരുത്താനുണ്ട്, എനിക്ക് ഏറ്റുപറയാനുണ്ട് എന്ന് പൂർണ്ണമായി ഉറപ്പുള്ളവർ മാത്രം അവരുടെ കരങ്ങളൊന്ന് ഉയർത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ആരെയും നോക്കണ്ട. തിരുത്താൻ ഒന്നുമില്ലാത്തവർ അവിടെ തന്നെ ശാന്തരായിരിക്കുക, ഒന്നും ചെയ്യണ്ട. എന്നാൽ തിരുത്താനുണ്ട്, എനിക്ക് തിരുത്താനുണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം അവരുടെ കരങ്ങളെ ഉയർത്തുക. ജീവനുള്ള ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. അവൻ രോഗികളെ സൗഖ്യമാക്കട്ടെ, അവൻ ശാപങ്ങളെ മാറ്റട്ടെ, അവൻ ബന്ധനക്കാരകളെ പൊട്ടിക്കട്ടെ, അവൻ നിങ്ങളെ വിടുവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ രോഗസൗഖ്യമാക്കട്ടെ. ഹിസ്കിയാവ് സൗഖ്യത്തോടെ ജീവിച്ചു. പ്രിയ ദൈവവേദനയെ, നീ സൗഖ്യമാകാൻ പോകുകയാണ്. നിന്റെ പാപം നീ തുറന്നു പറഞ്ഞപ്പോൾ നിന്റെ ബന്ധനം അഴിയാൻ പോകുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ താഴ്ത്തിയിടാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.